Dear students, today we are discussing differentiation parametric form. നമ്മൾ ആദ്യം വീഡിയോയിൽ ഡിഫറൻഷ്യബിലിറ്റിയെ പറ്റിയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷൻ ആണ്. ഇതിൽ ഈ വീഡിയോയിൽ ഡിഫറൻഷിയേഷൻ 3, that is differentiation 3 for +2 students, പാരാമെട്രിക് ഫോമിലുള്ള ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. Definition: a relation expressed between two variables x and y in the form x equal to f of t, y equal to g of t is said to be parametric form and t is called the parameter. അപ്പോൾ x equal to f of t എന്ന് പറയുന്നത് x ന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ t യെ നമ്മൾ പാരാമീറ്റർ എന്നാണ് പറയുന്നത്. y equal to g of t y യുടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആണ്. where t is a parameter. Then dy by dx equal to dy by dt divided by dx by dt, where the dx by dt not equal to 0. ഇതാണ് y യെ with respect to t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനെ x നെ with respect to t കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമുക്ക് എക്സാമ്പിൾ. Example 1. Find dy by dx if x equal to 2at square and y equal to 8t raised to 4. അപ്പോൾ x equal to 2at square നെ with respect to t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം dx by dt is equal to 4t square 2a into 2t, that is 4at. y equal to 8t raised to 4 ആണ്. അപ്പം dy by dt is equal to 4at cube. Then dy by dx equal to dy by dt divided by dx by dt, that is equal to 4 4at കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 4at cube divided by 4at ഇങ്ങനെ വരിക. That is equal to t square. That is dy by dx equal to t square. The next example. Example 2. Find dy by dx if x equal to a cos theta, y equal to b sin cos theta. Then x equal to a cos theta with respect to, that is dx by dt, d theta equal to a sin theta. Y equal to b cos theta. Then dy by d theta is equal to minus b sin theta. Then dy by dx equal to dy by d theta divided by dx by d theta. dy by d theta equal to minus b sin theta. dx by d theta is equal to minus a sin theta, that is equal to b by a. Okay, next example. Example number 3. Find dy by dx if x equal to cos theta minus cos 2 theta, y equal to sin theta minus 2 sin theta, sin theta minus sin 2 theta. That is x equal to cos theta minus cos 2 theta. അപ്പം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos theta ഡെറിവേറ്റീവ് മൈനസ് sin theta, അത് കഴിഞ്ഞ് മൈനസ് ഇടുക. Then cos 2 theta ഡെറിവേറ്റീവ് കോസിന്റെ ആവുമ്പോൾ minus 2 theta minus sin 2 theta into 2 theta ഡെറിവേറ്റീവ് 2, അങ്ങനെ കിട്ടും. Then y equal to sin theta minus sin 2 theta. അപ്പൊ sin theta ഡെറിവേറ്റീവ് cos theta മൈനസ് ഇട്ടു, പിന്നെ sin 2 theta cos 2 theta into 2. Then dy by d theta, dy by dx equal to dy by d theta. dy by d theta എന്ന് പറയുന്നത് ഇത് dy by d theta അതാണ്. that is cos theta minus 2 cos 2 theta, cos theta minus 2 cos theta. Then dx by d theta ഇതാണ്. അപ്പൊ ഈ മൈനസ് ഇൻറ്റു മൈനസ് ഇതാകും പ്ലസ് എഴുതും. അപ്പം 2 sin 2 theta minus sin theta. അതാണ് എക്സാമ്പിൾ 3. Then example 4.
find dy by dx. If x equal to sin cube t divided by root of cos 2t and y equal to cos cube t divided by root of cos 2t, then dx by dt. ഇവിടെ കോഷ്യന്റ് റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത് യു ബൈ വിയുടെ ഡെറിവേറ്റീവ്. യു ബൈ വിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ബി സ്ക്വയർ, മുകളിൽ യു ഡാഷ്, യുവിന്റെ ഡെറിവേറ്റീവ് വി മൈനസ് യു വി ഡാഷ്. ഇതാണ് യു ബൈ വിയുടെ. അപ്പൊ താഴെ നമുക്ക് ഇതാ. അപ്പൊ ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ താഴെ ഇതിന്റെ സ്ക്വയർ വി സ്ക്വയർ താഴെ എഴുതുക. മുകളിൽ ആദ്യം സൈൻ ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ്. ഇതാ ഈ സൈൻ ക്യൂബ് ടിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് സൈൻ ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ് 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. ഇതാണ് യു ഡാഷ് ഇൻറ്റു വി. അപ്പം താഴെയുള്ള ഡിനോമിനേറ്റർ ഉള്ളത് അതുപോലെ തന്നെ എഴുതുക, മൈനസ് ഈ മൈനസ്. ദെൻ ന്യൂമറേറ്റർ സൈൻ ക്യൂബ് ടി അതുപോലെ തന്നെ എഴുതുക. ദെൻ റൂട്ട് കോസ് 2ടിയുടെ റൂട്ട് ടിയുടെ 1/2 റൂട്ട് 2 ആണ്. അപ്പൊ റൂട്ട് കോസ് 2ടിയുടെ 1/2 റൂട്ട് കോസ് ടി. എന്നിട്ട് കോസ് 2ടിയുടെ മൈനസ് സൈൻ 2ടി ആണ്. ദെൻ 2ടിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2. ചെയിൻ റൂള്. അപ്പൊ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാം. അപ്പം 3 സൈൻ സ്ക്വയർ ടി കോസ് ടി. എന്നിട്ട് ഈ ന്യൂമറേറ്റർ ഇതുണ്ട, ഈ റൂട്ട് 2, ഈ 2ഉം 2ഉം കൂടെ പോകും. ഇവിടെ ഡിനോമിനേറ്ററിൽ ഇതാ റൂട്ട് കോസ് 2ടി ആണ്. അപ്പം അതിന്റെ LCM നമ്മൾ റൂട്ട് കോസ് 2ടി എടുക്കണം. അതായത് ആ LC ഇവിടെ വന്നിരിക്കുന്നത് റൂട്ട് 2 കോസ് ടി എടുക്കണം. അപ്പം ഇതിനെ റൂട്ട് കോസ് 2ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് കോസ് 2ടി ഇൻറ്റു റൂട്ട് കോസ് 2ടി. ഇവിടുത്തെ റൂട്ട് കോസ് 2ടി എന്ന് പറഞ്ഞാൽ കോസ് 2ടി. പിന്നെ ഈ മൈനസും കൂടെ കൂടിയിട്ട് പ്ലസ്. ദെൻ സൈൻ ക്യൂബ് ടി, ആ സൈൻ ക്യൂബ് ടി ഇവിടെ എഴുതി. ദെൻ സൈൻ 2ടി അവിടെ എഴുതി. ന്യൂമറേറ്ററിൽ വരുന്ന റൂട്ട് കോസ് 2ടി അതിവിടെ വന്നു, റൂട്ട് കോസ് 2ടി. ഇനി ഇതിന്റെ സ്ക്വയർ എടുത്തു. ഇതിന്റെ റൂട്ട് കോസ് 2ടിയുടെ സ്ക്വയർ കോസ് 2ടി ഇങ്ങനെ കിട്ടി. ഇതാണ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കോസ് 2ടിനെ, ഇതാ ഈ കോസ് 2ടിനെ ബാക്കിയുള്ളതൊന്നും നമ്മൾ ചെയ്താൽ കോസ് 2ടിനെ 1 - 2 സൈൻ സ്ക്വയർ ടി എഴുതി. അതുപോലെ തന്നെ ഇവിടുത്തെ സൈൻ 2ടിനെ 2 സൈൻ ടി കോസ് ടി എഴുതി. എന്നിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാ ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇനി ഈ 3 × -2 -6 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി സൈൻ റൈസ് ടു 4t ഇൻറ്റു കോസ് ടി പ്ലസ് ഈ സൈൻ ക്യൂബ് ടിയും സൈൻ ടിയും കൂടെ കൂടി സൈൻ റൈസ് ടു 4. ഈ ഇവിടെ 2 ഉണ്ട്, 2 സൈൻ റൈസ് ടു 4t കോസ് ടി. താഴെ ഇത് തന്നെ കിട്ടി. ദെൻ ഇതാ ഇവിടെ നമുക്ക് നോക്കുമ്പോ ഇവിടെ -6 സൈൻ റൈസ് ഇതാ -6 സൈൻ റൈസ് ടു 4t കോസ് ടി ഉണ്ട്. ഇവിടെ +2 സൈൻ റൈസ് ടു 4 കോസ് ടി ഉണ്ട്. അപ്പം -6 +2 ആകുമ്പോൾ -4 സൈൻ റൈസ് ടു 4t കോസ് ടി. ഇതിന് മാറ്റമൊന്നുമില്ല, ഇതിങ്ങനെ മാറ്റമൊന്നുമില്ല ഇവിടെ. അപ്പം താഴെയുള്ളത് അതുപോലെ തന്നെ എഴുതി. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് സൈൻ സ്ക്വയർ ടി പുറത്തെടുക്കുക. ഇവിടുന്ന് സൈൻ സ്ക്വയർ ടി പുറത്തെടുക്കുക. കോസ് ടി ഇവിടെയുണ്ട്, കോസ് ടി ഇവിടെയുണ്ട്, കോസ് ടി. പിന്നെ ന്യൂമറേറ്ററിന് ഇവിടുന്ന് ഒരു 3 വരും, മൈനസ് ഇവിടെ സൈൻ സ്ക്വയർ ടി പുറത്തു വന്ന പിന്നെ ഇവിടെ ഈ 4 സൈൻ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ദിസ്. ഇതാണ് dx by dt. ഇത് dx by dt ആണ്. നമുക്ക് ഇനി dy by dx ആണ്. അപ്പൊ dx by dt കിട്ടി. ഇനി സിമിലർലി dy by dt കാണണം. y ഈക്വൽ ടു ദിസ്. ഇവിടെ നമ്മൾ dy by dt കാരണം കോഷ്യന്റ് റൂൾ ആണ്. താഴെ ഇതിന്റെ സ്ക്വയർ അതിവിടെ എഴുതി. ഇനി മുകളിൽ കോസ് ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ്. കോസ് ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ് 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. എന്നിട്ട് ഇതുപോലെ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി. മൈനസ് ദെൻ കോസ് ക്യൂബ് ടി അതുപോലെ തന്നെ എഴുതി. ഇനി റൂട്ട് കോസ് ടി, ഈ റൂട്ട് കോസ് ടിയുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് കോസ് ടി ആണ്. പിന്നെ റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് കോസ് 2ടിയുടെ 1/2 റൂട്ട് കോസ് 2ടി. ഇനി കോസ് 2ടിയുടെ മൈനസ് സൈൻ 2ടി.
ഇൻറ്റു 2t യുടെ 2 അങ്ങനെ എടുത്തു. എന്നിട്ട് ഇതിന്റെ ഈ ന്യൂമറേറ്ററിൽ ഈ 2 കൂടെ പോയി ഈ റൂട്ട് കോസ് 2t ഉണ്ട് LCM ആണ്. ആ LCM നമുക്ക് ഇവിടെ എടുക്കുക. അപ്പൊ ആ LCM ആണ് ഇവിടെ വരുന്നത്, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പം ഈ റൂട്ട് കോസ് 2t ഈ റൂട്ട് കോസ് 2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് 2t കിട്ടി. പിന്നെ ബാക്കിയുള്ളതൊക്കെ 3 cos square t മൈനസ് സൈൻ ടി മൈനസ് 3 cos square t sin t. ഇവിടുന്ന് നമ്മൾ ഈ മൈനസും കൂടെ പ്ലസ് ആയി. പിന്നെ കോസ് ക്യൂബ് ടി ഇവിടെയുണ്ട്, ഈ സൈൻ 2t. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ കോസ് 2tക്ക് പോലെ 2 cos square t മൈനസ് 1 എന്ന്. ഈ സൈൻ 2tക്ക് പോലെ 2 sin t cos t എന്ന് എഴുതി. ദെൻ ഈ മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 6 cos സ്ക്വയർ ഈ സ്ക്വയറും ഈ സ്ക്വയറും cos raised to 4t sin t പ്ലസ് ഇനി ഈ മൈനസ് 1 മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 3 cos സ്ക്വയർ t sin t. ഇനി കോസ് ക്യൂബ് ടിനെ കോസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ഈ 2 cos raised to 4t sin t ഇങ്ങനെ കിട്ടി. ഇനി ഈ മൈനസ് 6ഉം ഈ പ്ലസ് 2 കൂടിയുണ്ട്. അപ്പം മൈനസ് 4 cos സ്ക്വയർ ടി sin t. ഈ 3 cos സ്ക്വയർ ടി sin t അതുപോലെ തന്നെ. ഇനി നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്റർ മാറ്റമൊന്നുമില്ല. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് കോസ് സ്ക്വയർ ടി sin t പുറത്തെടുത്തു. ഈ കോസ് സ്ക്വയർ ടി sin t പുറത്തെടുത്തു. കോസ് സ്ക്വയർ ടി sin t പുറത്തെടുത്തു. അപ്പൊ ഇനി ഇവിടെ ഉള്ളത് ഒരു 3 ആണ്. ആ 3 എഴുതി. പിന്നെ ഈ മൈനസ് 4 എഴുതി. ഇവിടെ കോസ് റൈസ്ഡ് ടു 4t ആണുള്ളത്, അതുകൊണ്ട് കോസ് സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ദിസ്. അപ്പൊ ഇതാണ് ഇത് നമ്മൾ ഇത് dy by dt. ഇത് dy by dt അതാണ് dy by dt ഇവിടെ എഴുതി. dy by dx equal to dy by dt divided by dx by dt. dx by dt നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. dx by dt നമുക്ക് ഇവിടെ കിട്ടിയത് ഇതാണ് dx by dt. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dx by dt ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഈ ഡിനോമിനേറ്ററും കൂടെ പോയി. പിന്നെ ന്യൂമറേറ്റർ അതുപോലെ തന്നെ. ഈ ന്യൂമറേറ്റർ പാർട്ട് അതുപോലെ തന്നെ. ഈ ഡിനോമിനേറ്റർ പാർട്ട് അതുപോലെ തന്നെ. ഓക്കെ, ദെൻ ഇവിടത്തെ ഒരു കോസ് സ്ക്വയറും ഈ കോസും കൂടെ പോയി. ഇവിടുത്തെ ഒരു സൈൻ സ്ക്വയറും ഈ സൈൻ ടി പോയി. അപ്പൊ കോസ് ടി ബൈ സൈൻ ടി. പിന്നെ ബ്രാക്കറ്റിനുള്ളിലുള്ള അതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതെന്ത് ചെയ്തു? കോസ് t into 3, that is 3 cos t minus 4 cos cube t, divided by 3 sin t minus 4 sin cube t. ഇതിന്റെ അകത്തുനിന്ന് മൈനസ് പുറത്തെടുക്കുക. അപ്പൊ ന്യൂമറേറ്ററിന് മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ 4 cos cube t minus 3 cos t divided by 3 sin t minus 4 sin cube t. ഈ മൈനസ് ഇവിടെ വന്നു, ഇത് മൈനസ്. cos 3t യുടെ ഫോർമുലയാണ് 4 cos cube t minus 3 cos t. ഈ ഡിനോമിനേറ്റർ ഉള്ളത്, 3 sin t minus 4 sin cube t, അത് sin 3t യുടെ ഫോർമുലയാണ്. അപ്പം minus cos 3t by sin 3t, that is equal to minus cos 3t. That is dy by dt equal to minus cot 3t. Next example. Example 5. Find dy by dx. If x equal to a into cos t plus log tan t by 2, y equal to a sin t. Y equal to a sin t ആണെങ്കിൽ dy by dt equal to a cos t. ഇതിന്റെ ഡെറിവേറ്റീവ് a sin t ഡെറിവേറ്റീവ് a cos t. ഇനി എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഇതാണ് എക്സ്. അപ്പം dx by dt കാണും. അപ്പൊ ദാറ്റ് ഈസ് a ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. ഇനി ലോഗ് ടാൻ ടി ബൈ 2 ലോഗ് എക്സിന്റെ 1/x. അപ്പൊ ലോഗ് ടാൻ ടി ബൈ 2
1 by tan t by 2. ഇനി tan t by 2ന്റെ secant square t by 2 ആണ്. ഇനി t by 2ന്റെ 1 by 2 ആണ്. അതാണ്. അപ്പൊ log tan t by 2യുടെ ലോഗിന്റെ 1 by 2 tan t by 2, പിന്നെ tan t by 2ന്റെ sec square t by 2, then t by 2ന്റെ 1 by 2. ഇനി ഈ tan t by 2നെ cos t by 2 by sin 2 by 2. ഈ secant square t by 2നെ 1 by cos square t by 2. ഇനി ഒരു cos t by 2 ഒരു cos square t by 2 കൂടെ പോയി. അപ്പം ഇത് ഇതുപോലെ തന്നെ വന്നു. ഈ 2 ഇവിടെ വന്നു. ഡിനോമിനേറ്ററിൽ sin t by 2 cos 2 by 2. a into minus sin t 2 sin theta. Sin theta equal to formula ഉണ്ട്. sin theta equal to 2 sin theta by 2 cos theta by 2. ആ ഫോർമുല. അപ്പൊ 2 sin t by 2 cos 2 by 2ന്റെ ഫോർമുല sin t ആണ്. ഈ ഫോർമുല അനുസരിച്ച് ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ t എന്നുള്ളത്. അപ്പൊ ഇത് 1 by sin t കിട്ടി. അപ്പൊ ഇതിന്റെ രണ്ടും കൂടെ എൽസിയം കണ്ടു. ഇതിന്റെ a ഇൻറ്റു ഇതിന്റെ എൽസിയം കണ്ടപ്പോ sin t. ഇവിടെ മൈനസ് sin square t plus 1. That is 1 minus sin square t cos square t divided by sin t. അപ്പോൾ dy by dx equal to dy by dt നമുക്ക് അവിടെ കിട്ടി a cos t കിട്ടി. dx by dt ഇവിടെ കിട്ടി a cos square t by sin t. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ sin t by cos t. That is dy by dx equal to cot t. Okay. Next example. Then next example. X equal to root a sin inverse t, y equal to root a cos inverse t. Show that dy by dx equal to minus y by x. അപ്പൊ നമുക്ക് ആദ്യം y എടുക്കാം. y ഇതാ y equal to a root a cos inverse t. അപ്പൊ റൂട്ട് ആവുമ്പോ a cos inverse t all to the power 1 by 2 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിനെ നമുക്ക് എക്സ് ടു പവർ ഓഫ് 1 by 2 എന്ന് എഴുതാം. അതുപോലെ ഇത് എഴുതി. ഇനി രണ്ട് സൈഡിൽ ലോഗരിതം. വൈയുടെ ലോഗരിതം ലോഗ് വൈ. ഇതിന് ലോഗരിതം ലോഗ് എക്സ് ടു പവർ ഓഫ് എം ഈക്വൽ ടു ലോഗ് എക്സ് ടു പവർ ഓഫ് എം ഈക്വൽ ടു എം ലോഗ് എക്സ്. അപ്പൊ ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ഹാഫ് ആണ്. ഈ എമ്മിന്റെ സ്ഥാനത്ത് ഹാഫ് ആണ്. ഹാഫ് ഇൻറ്റു ലോഗ് ദിസ് ലോഗ് ഓഫ് ദിസ്. അതാണ്. അപ്പൊ ലോഗ് ഓഫ് ദിസ്. Then ഇനി ഹാഫ് ഇൻറ്റു ലോഗ് ഓഫ്. ഇനി ഒന്നും കൂടെ ലോഗ് ഇവിടെ ഒന്നും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യാം. ഇവിടെ ഒന്നും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തു. ലോഗ് എ ടു പവർ ഓഫ് എം ദാറ്റ് ഈസ് എം ലോഗ് എ. ഇവിടെ നമ്മൾ ഈ കോസ് ഇൻവേഴ്സിറ്റിനെ എം ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ലോഗ് ഇവിടെ ഇത് തന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഈ ലോഗ് എക്സ് ടു പവർ ഓഫ് എം ഇൻറ്റു എം ലോഗ് എക്സ് എഴുതുന്നതിന് ഇവിടെ നമ്മൾ ഒന്നും കൂടി അത് അപ്ലൈ ചെയ്തു. അപ്പൊ ലോഗ് എ ടു പവർ ഓഫ് cos inverse t equal to cos inverse t log a. ഇങ്ങനെ കിട്ടി. അതാണ് രണ്ട് പ്രാവശ്യം നമ്മൾ ഇവിടെ ഈ ഫോർമുല അപ്ലൈ ചെയ്തു. ആദ്യം ഹാഫിന്റെ കാര്യത്തിൽ ലോഗ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ വന്നു. പിന്നെ ഈ കോസ് ഇൻവേഴ്സ് ടിയുടെ കാര്യത്തിൽ ലോഗ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ വന്നു. അതാണ് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്തു. അപ്പൊ ലോഗ് വൈ ഈക്വൽ ടു ഹാഫ് കോസ് ഇൻവേഴ്സ് ടി ലോഗ് എ. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടി കണ്ടാണല്ലോ. അപ്പൊ ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗരിതമിക് ഡിഫറൻസ് 1 by y dy by dt. ഇനി ഈ ഹാഫ് അതുപോലെ തന്നെ എഴുതി. കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 by 1 റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ ആണ്. ലോഗ് എ ഇസ് എ കോൺസ്റ്റന്റ്. അത് അവിടെ എഴുതി. അപ്പം മൈനസ് ലോഗ് എ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 by റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ. അത് 1 by dy by dt. അപ്പൊ dy by dt എന്ന് പറഞ്ഞ് ഇതിനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതാ y കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ dy by dt y എന്ന് പറഞ്ഞ ഇതാണ് y ഇൻറ്റു മൈനസ് ലോഗ് എ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ. അതാണ് dy by dx. സോറി dy by dt. ഇനി നമ്മൾ എക്സ് എടുക്കുക. ഇവിടെ വൈയുടെ സ്ഥാനത്ത് കോസ് ഇൻവേഴ്സ് ടി ആണ്. വൈയുടെ സ്ഥാനത്ത് ഇതാ y ഈക്വൽ ടു റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി ആണ്. എക്സോ എക്സ് ഈക്വൽ ടു റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടി ആണ്. റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടി ആണ്. വൈയുടെ സ്ഥാനത്ത് ഇവിടെ കോസ് ആണ്, എക്സിന്റെ സ്ഥാനത്ത് സൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ളത് ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കോസ് ഇൻവേഴ്സ് ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ മൈനസ് കോസ് ഇൻവേഴ്സ് ടിയുടെ ഡിഫറൻഷിയേഷൻ -1/√1 - t². അപ്പൊ സൈൻ ഇൻവേഴ്സ് ടിയെ ചെയ്യുമ്പോൾ 1 ഡിവൈഡ് ബൈ മൈനസ് ഉണ്ടാവില്ല, √1/1/√1 - t² ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഡി വൈ ബൈ ഡി ടിക്ക് എ കോസ് ഇൻവേഴ്സ് ടി ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടിക്ക് എ സൈൻ ഇൻവേഴ്സ് ടി. ഈ മൈനസ് ലോഗയ്ക്ക് പോലെ ഇവിടെ പ്ലസ് ലോഗ എന്ന് മാത്രമേ ഉള്ളൂ. കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് -1/√1 - t² ആണ്. സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് 1 ഡിവൈഡ് ബൈ √1 - t² ആണ്. അപ്പൊ ഇവിടെ ഒരു മൈനസിന്റെ കുറവുണ്ടാവും. ഈ മൈനസ് ഇവിടെ മൈനസ് ഇല്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും, ഇവിടെ മൈനസ് ഇല്ല. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മൈനസ്. അപ്പം dy by dx equal to dy by dx equal to dy by dt. dy by dt കോസ് ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. dx by dt ക്ക് ആ മൈനസ് ഇല്ല, അത് തമ്മിലുള്ള വ്യത്യാസം അതേ ഉള്ളൂ. ഇവിടെ കോസ് ഇൻവേഴ്സ് ടി, ഇവിടെ സൈൻ ഇൻവേഴ്സ് ടി. ഇനി ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഈ മൈനസ് ഇവിടെ വന്നു. ഇത് √a കോസ് ഇൻവേഴ്സ് ടി ആണ്, ഇത് √a സൈൻ ഇൻവേഴ്സ് ടി ആണ്. ഇത് വൈയുടെ വാല്യൂ ആണ്, ഇത് എക്സിന്റെ വാല്യൂ. അത് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു ഇത് തന്നിട്ടുണ്ട്, വൈയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ dy by dx ഈക്വൽ ടു -y by x. അതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഡിഫറൻഷിയേഷൻ ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ. ഇഫ് u ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു ആണ്, u ഈക്വൽ ടു f of x and v equal to g of x be two function of x, then the derivative of u with respect to v denoted by u ഒരു f of x ന്റെ ഫംഗ്ഷൻ, v g of x ന്റെ ഫംഗ്ഷൻ. അങ്ങനെ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു v, അതിന് നമ്മൾ du by dv എഴുതുന്നത്. അതിനുള്ള ഫോർമുല du by dx ഡിവൈഡഡ് ബൈ dv by dx ആണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു v ആണ്, വിത്ത് റെസ്പെക്ട് ടു അല്ല. അപ്പം u is a function of x, v is a function of x. ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു v ആണ്. അപ്പൊ du by dv ദാറ്റ് ഈസ് ഈക്വൽ ടു du by dx ഡിവൈഡ് ബൈ dv by dx. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 6. ഡിഫറൻഷിയേറ്റ് സൈൻ സ്ക്വയർ x വിത്ത് റെസ്പെക്ട് ടു e പവർ cos x. അപ്പൊ നമ്മൾ സൈൻ സ്ക്വയർ എക്സിനെ u ആയിട്ട് എടുക്കുക. u ഈക്വൽ ടു സൈൻ സ്ക്വയർ x, v ഈക്വൽ ടു e cos x എടുക്കുക. അപ്പൊ du by dv എന്ന് ആണ് കാണേണ്ടത്. സൈൻ സ്ക്വയർ x വിത്ത് റെസ്പെക്ട് ടു e cos. അപ്പം du by dv ആണ്, ദാറ്റ് ഈസ് du by dx ഡിവൈഡ് ബൈ dv by dx. അപ്പൊ u ഈക്വൽ ടു ദിസ് ആണ്. അപ്പൊ du by dx സൈൻ സ്ക്വയർ എക്സിന്റെ 2 സൈൻ x, സൈൻ എക്സിന്റെ കോസ് എക്സ്. അപ്പൊ 2 സൈൻ എക്സ് കോസ് എക്സ്. പിന്നെ v ഈക്വൽ ടു ഇ പവർ കോസ് എക്സ് ആണ്. അപ്പൊ dv by dx ഈക്വൽ ടു ഇ പവർ കോസ് എക്സിന്റെ ഇ പവർ കോസ് എക്സ് തന്നെ, പിന്നെ കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഇ പവർ കോസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു du by dv ഈക്വൽ du by dx. du by dx എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ dv by dx. dv by dx മൈനസ് സൈൻ എക്സ് ഇ പവർ കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് തമ്മിൽ ഡിവൈഡ് പോയി, ദാറ്റ് ഈസ് -2 കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഇ കോസ് എക്സ്. അതാണ് -2 കോസ് എക്സ് ഡിവൈഡ് ബൈ ഇ കോസ്. ഇതാണ് du by dv എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ഡിഫറൻസിയേഷൻ ഓഫ് u എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് സൈൻ സ്ക്വയർ എക്സ് വിത്ത് റെസ്പെക്ട് ടു v എന്ന് പറയുന്നത് ഇ പവർ കോസ് എക്സ്. അപ്പൊ du by dv ഈസ് ഈക്വൽ ടു -2 cos x divided by e cos x.